തൃശൂരിൽ കള്ളവോട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് അട്ടിമറി ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്തും സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കലെന്നും മന്ത്രി ആരോപിച്ചു. മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. താൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ രൂപത്തിൽ കള്ളവോട്ട് ചേർത്ത് അതിൽ നിന്നാണ് വിജയം നേടിയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാന്യമായി ചെയ്യേണ്ടത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ താല്പര്യമുണ്ടെങ്കിൽ നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൻതോതിലുള്ള പണമാണ് ഒഴുകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പായി പിടിക്കണമെന്നുള്ള നിലയിലുള്ള സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർപ്പ് അവിടെയും അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർപ്പ് എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി രണ്ട് കൽപ്പിച്ചാണ്. സുരേഷ് ഗോപി മോഡൽ എന്നൊരു പേര് കൂടി ഇട്ടിട്ടുണ്ട്. മഹാദേവപുരയിലാണ്. സമാനമായ കാര്യം തൃശ്ശൂരിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ റിപ്പോർട്ടിലൂടെയും പുറത്തുവരുന്നത്. റിപ്പോർട്ടിന് അന്വേഷണം തുടരുകയാണ്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, മന്ത്രി വി ശിവൻകുട്ടി ഇതിനൊരു പേരിട്ടിട്ടുണ്ട്. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ എന്നാണ് വി ശിവൻകുട്ടി ഇട്ടിരിക്കുന്ന പേര്. സുരേഷ് ഗോപി രാജിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവരുന്ന ഓരോ വിവരങ്ങളും സുരേഷ് ഗോപി സംബന്ധിച്ച് അത്ര സന്തോഷം നൽകുന്ന വാർത്തകളുമല്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യാപകമായി വോട്ട് ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു രീതി. ഒരുപക്ഷേ ഭാവിയിൽ സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ എന്നൊക്കെ വിളിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ മന്ത്രി പറയുന്നത് പോലെ? അരുൺകുമാർ, വി ശിവൻകുട്ടി വളരെ പരിഹാസപൂർണമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഗുരുതരമായ ഒരു ആരോപണം കൂടി നടത്തുകയാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ ആരംഭിച്ചിരിക്കുന്നു. അതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാണ് അദ്ദേഹം പ്രധാനമായി ആരോപിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യം വെച്ച് തൃശ്ശൂരിൽ എങ്ങനെയാണോ ഇവർ പ്രവർത്തിച്ചത് അത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി വോട്ട് ചേർക്കൽ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നിപ്പോൾ ഏറ്റവും പുതിയ നേരത്തെ അർജുൻ മട്ടന്നൂർ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വോട്ടറെ കൂടി നാം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അത് ഇന്നലെ നാം പ്രസന്ന കുമാരി എന്ന സ്ത്രീയുടെ അടുത്ത് പോയി കണ്ടെത്തിയ 9 വോട്ടുകളിൽ ഒന്നാണ്. ഹരിദാസ് എന്നാണ് ആ വോട്ടറുടെ പേര്. വേലൂരിലെ 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇത്തവണ അവിടെയായിരുന്നു വോട്ട്. പക്ഷേ ഇപ്പോൾ നാം അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ ഇവിടെ തൻ്റെ വോട്ട് മാറിയത് തനിക്കറിയില്ല, താൻ അവിടെ വോട്ട് ചെയ്തിട്ടില്ല, ആരാണ് മാറ്റിയതെന്നറിയില്ല, തനിക്കിതുമായ ഒരു ബന്ധമില്ല, അവിടെ വോട്ടുള്ളതുകൊണ്ട് ഇവിടെ എൻ്റെ വോട്ട് കട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ വേലൂർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇത്തരത്തിൽ വലിയ തോതിൽ പാർട്ടിയുടെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ തൃശ്ശൂരിലേക്ക് ഒഴുകി എന്നതിൻ്റെ ഓരോ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുൺകുമാർ, പുറത്തു വരട്ടെ. അപ്പോൾ അറിയാം തൃശ്ശൂർ എടുത്തത് എങ്ങനെയാണ്, ഇങ്ങനെയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രേക്ഷകർക്കും സംശയമുണ്ടാവുക.